Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് പ്രീ റമദാൻ പ്രിപ്പറേഷനുമായിട്ടാണ്. അപ്പോൾ ഫ്രോസൺ ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 റെസിപ്പീസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഉന്നക്കായയാണ്. അതിന് 4 നല്ല പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അത് അത്യാവശ്യം പഴുത്തതാണ്, എന്നാൽ അധികം പഴുപ്പും പാടില്ല. അധികം പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വെന്ത് ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് അധികം ലൂസായിട്ട് പോവും. അത് കാരണമാണ് ഈ ലെവലിലുള്ള പഴം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ആണ് ഒഴിച്ചെടുക്കുന്നുള്ളത്. നമ്മളുടെ പ്യുവർ ഗീ തന്നെയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കാഷ്യൂ കിസ്മിസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഫ്രഷ് തേങ്ങ, ചിരവിയ തേങ്ങ, അതും കൂടി ചേർത്തെടുത്ത് ഒന്ന് നല്ലപോലെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലോണം റോസ്റ്റ് ചെയ്ത് തേങ്ങയിലെ വെള്ളമൊന്നും ഇറങ്ങിപ്പോയാൽ അത് നല്ലോണം കട്ടിയായിട്ട് പോവും. പിന്നെ അത് തണുക്കുന്ന സമയത്ത് അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഷുഗറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അത് നമ്മൾക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർത്തെടുക്കാവുന്നതാണ്. അതൊക്കെ ചേർത്ത് ഷുഗറൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഏലക്ക പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഏലക്ക പൗഡർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വെളുത്ത കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് കടിക്കാൻ കിട്ടാൻ നല്ല ഒരു ടേസ്റ്റാണ് കടിക്കാൻ കിട്ടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുത്ത കസ്കസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ്സിലേക്ക്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയായി. അപ്പോഴത്തേനും നമ്മളുടെ പഴം ഇവിടെ വെന്തി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ ചൂടോട് കൂടി തന്നെ നമ്മൾക്ക് ഇതിനെ സ്മാഷ് ചെയ്തെടുക്കാം. അതിനെ ഒരു തവി വെച്ചിട്ട് വേണമെങ്കിൽ സ്മാഷ് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്മാഷർ ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് നല്ല പോലെ ഒടിച്ചെടുക്കുന്നുള്ളത്. അത് സ്മാഷ് ചെയ്യുന്ന സമയത്ത് കട്ടൊന്നും കൂടാൻ പാടില്ല. കട്ട കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പരത്തിയെടുക്കുമ്പോൾ നല്ല പോലെയായി കിട്ടൂല. അതും കൂടാതെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ലോണം സ്മാഷ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിന് വേറെ ചോപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം കൈക്ക് നല്ലോണം ഓയിൽ തേച്ചതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നുള്ളത്. അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഫില്ലിങ്സും വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലാക്കി ഞാൻ ഒരുവിധമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഓയിൽ തേച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ ഈ ഉന്നക്കായ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റാപ്പർ വെച്ച് 2 hours ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വെച്ചത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് 2 hours ശേഷം എടുത്തിട്ടാണ് ഞാൻ ഈ കവറിൽ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് ഇവിടെ കുബൂസൊക്കെ കിട്ടുന്ന കവറാണ്. നമ്മളുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഫ്രോസണിൽ വെക്കാം. ഇത് ഞാൻ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അതിനു വേണ്ടി 2 സവാളയാണ് കേട്ടോ ഞാൻ ഇത് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. 2 സവാള, നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ബീഫ്, കറിവേപ്പില, മല്ലിയില. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. 1 ടേബിൾ സ്പൂൺ മുഴുവനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് സവാള കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴന്നു വന്നാൽ മാത്രം മതി നമ്മൾക്ക് കട്ട്ലേറ്റിനല്ലേ. ആ സമയത്ത് തന്നെ ഞാൻ പൊട്ടാറ്റവും അവിടെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടാറ്റവും അത് വെന്തിട്ടുണ്ട്. അതിനെയും കൂടി നമ്മൾക്ക് സ്മാഷർ വെച്ചിട്ട് അതിനെ നല്ല പോലെ ഒടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂണ് നമ്മളുടെ കൊറിയാണ്ടർ പൗഡറും 1 ടീസ്പൂണ്
പെപ്പർ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലകളൊക്കെ അവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇത് നല്ലപോലെ വേവിച്ചെടുത്ത് അതിനെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത ബീഫാണ് കേട്ടോ ഞാനിത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇഷ്ടം ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇവിടെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ് കേട്ടോ ഇത്. പൊട്ടാറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില അരിഞ്ഞു വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കൈവച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇതിനെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ റൗണ്ട് ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനെ നമ്മൾക്ക് ഒരു പ്ലാസ്റ്റിക്. അടുത്തതായി ഞാൻ ബ്രെഡ് ക്രംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അതിനു വേണ്ടി ഞാൻ ബ്രെഡാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്, നോർമൽ ബ്രെഡ്. അതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു വരില്ല. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വറുത്ത് പൊടിച്ച മുളക് പൊടി. അതിലേക്ക് ഒറിഗാനോയാണ് 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി റോസ്റ്റ് ചെയ്ത് വന്നു. അതിനെ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട സമൂസയാണ് കേട്ടോ. അത് ഞാൻ സോയാ ചങ്ക്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അതിനെ നന്നായി തിളച്ച വെള്ളത്തിൽ ഇതുപോലെ കുതിർത്താൻ വേണ്ടി വെക്കണം. അത് നല്ല പോലെ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല പോലെ കുതിർന്ന് കിട്ടും. അതിനെ ഒരു 5-6 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. കഴുകി പിഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഒരു ചോപ്പറിലേക്ക് മാറ്റി കൊടുത്ത് ചോപ്പ് ചെയ്ത് എടുക്കുന്നുള്ളത്. സമൂസയുടെ ഫില്ലിങ്ങും നമ്മൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് കൊണ്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം. ബീഫോ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ആക്കി നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയും ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത്. അത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഗരം മസാലയാണ്, 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് കൊറിയാണ്ടർ പൗഡർ അഥവാ മല്ലിപ്പൊടി കൂടി 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെപ്പർ പൗഡറാണ്. അത് അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉപ്പ് പോരാന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ, ഫ്രോസൺ ഗ്രീൻ പീസ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾക്ക് എന്ത് വെജിറ്റബിൾ ആണോ ഇഷ്ടം ആ വെജിറ്റബിൾ വെച്ച് നമ്മൾക്ക് ഇതുപോലെ ഇതിൻ്റെ ഫില്ലിങ്സ്, സമൂസയുടെ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് കറി ലീവ്സും അതുപോലെ തന്നെ മല്ലിയിലയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതും കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇതിനെ തണുക്കാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് സമൂസ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഓൾ പർപ്പസ് ഫ്ലോറാണ് കേട്ടോ, മൈദ. അതിനെ പേസ്റ്റാക്കി എടുക്കാം. ഇതാണ് സമൂസയുടെ ലീഫ്. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ള സമൂസയുടെ ലീഫ് ഇതാണ്. ഇത് ഞാൻ സമൂസയുടെ ലീഫ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്, പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ഇത് വാങ്ങിച്ചത് ഉണ്ടായത് കൊണ്ട് ഞാനിതാ ഇതിനെ ഇതുപോലെ ആദ്യം മടിക്കുക, അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് അത് കുത്തി നിറച്ചൊന്നും വെക്കണ്ട, എന്നാൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം കുറച്ച് മാത്രം ഇട്ടെടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഇതിനെ ഈ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ ഇതിനെ മടക്കുന്നത് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇതിനെ മടക്കി കൊടുക്കുന്നുള്ളത്. അതിന് ശേഷമാണ് അവസാനം ഞാൻ അതിലേക്ക് പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത്.
മൈദയുടെ പേസ്റ്റാണിത്. പേസ്റ്റ് കൂടിയെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഈ കുബൂസിൻ്റെ കവറിലാക്കി തന്നെയാണ് കേട്ടോ എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളത്. ഫ്രോസനിലാണ് ഇതൊക്കെ ഞാൻ സൂക്ഷിക്കുന്നുള്ളത്. എൻ്റെ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.